എല്ലാവർക്കും നമസ്കാരം. അമ്മ വീണ്ടും വന്നു കേട്ടോ. ഇതെന്താണ് അമ്മ കയ്യിലൊക്കെ പിടിച്ച് നിൽക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ അമ്മയുടെ കുട്ടിക്കാലത്തിലേക്കൊന്ന് പോവാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഞാൻ കുട്ടിക്കാലത്തിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഏറ്റവും കുട്ടിക്കാലം എന്ന് പറയുന്നത് നമ്മളെ ഏറ്റവും ചെറുപ്പത്തിൽ നമ്മൾ ഏറ്റവും അധികം കളിച്ചിട്ടുള്ള കളി അതായിരിക്കും. എല്ലാവർക്കും ഞാൻ ഏറ്റവും അധികം കളിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ കുട്ടികൾ ഇത് കാണണം കേട്ടോ. കാരണം ഞങ്ങൾക്ക് അന്ന് ഇഷ്ടം പോലെ സമയമായിരുന്നു. കാലത്ത് സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ വേണ്ട സമയമാണ് രാത്രി വരെ. ഒന്നുമില്ലല്ലോ വേറെ പുറത്തായിട്ടുള്ള കൂട്ടുകെട്ടുകളാണ് അധികവും, അയൽവക്കങ്ങളിലുള്ള കുട്ടികളും മറ്റുമൊക്കെ ആയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അധികം നമ്മൾ കളിക്കുന്ന കളി അഞ്ഞിനം കുഞ്ഞിനെ വെച്ച് കളിക്കുക എന്ന് പറയും. അതായത് കുട്ടിപ്പരയൊക്കെ കെട്ടി സാരിയോ വല്ല ഓലയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മറച്ച് അങ്ങനെയൊക്കെ കളിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ട്. പക്ഷേ ഒറ്റയ്ക്കല്ല ഞാൻ. പിന്നെ നിങ്ങൾ വിചാരിക്കും അമ്മയ്ക്ക് വട്ടാണോ എന്ന് വിചാരിക്കും. എന്നാലും എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് പോകണം തോന്നി. അതാണ് കേട്ടോ ഈ വീഡിയോ. എല്ലാവരും കാണാട്ടോ, സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോളൂ. എന്നാലാണ് അമ്മരെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ഞിനും കുഞ്ഞിനും കളിക്കുമ്പോൾ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കൊരു അച്ഛനമ്മ ഒരു കുട്ടി, അതാണ് നമ്മുടെ ഇത്. അപ്പോൾ അതിൽ കുട്ടി എന്ന് പറഞ്ഞാൽ പാവക്കുട്ടിയാണ്. പാവക്കുട്ടി മിക്ക ആൾക്കാർക്കും പാവക്കുട്ടി 10 രൂപ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ചോപ്പ ഇങ്ങനെ കയ്യും പിടിച്ച് നിൽക്കുന്നത്. അതാണ് അത്. എല്ലാ പൂരപ്പറമ്പിൽ നിന്നും ചെന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അമ്മോട് പറയുക പാവക്കുട്ടീനെ വേണം. അപ്പോൾ മേടിച്ച് തരുന്നത് പറഞ്ഞ ഇരിക്കട്ടെ. അപ്പോൾ അത് പച്ച, ചോപ്പ, മഞ്ഞ അങ്ങനെ പല കളറിലുണ്ട്. ഞാനെന്നും ചോപ്പ മേടിക്കുക. അപ്പോൾ അതിനാവുമ്പോൾ നമുക്കേ ഡ്രസ്സുകളൊന്നും മറിക്കാൻ പറ്റില്ല. ഡ്രസ്സുകൾ പലതും ചേഞ്ച് ചെയ്യണം. അപ്പം ഞങ്ങളുടെ അവിടെ ഒരു പണ്ട് പുത്തമ്പള്ളി, ലൂർദുപള്ളി അല്ലെങ്കിൽ തൃശ്ശൂർ പൂരത്തിൻ്റെയൊക്കെ കുടകൾ പണിയണ ഒരു അച്ചാച്ചൻ ഉണ്ടായിരുന്നു. കുടകൾ തയ്ക്കലാണ് ആൾക്ക് പണി. അപ്പോൾ അതിൽ നല്ല വർണ്ണപ്പകിട്ടുള്ള നല്ല വെൽവെറ്റിൻ്റെ തുണിയൊക്കെ വരും. അന്നൊക്കെ വെൽവെറ്റ് കാണാമെന്ന് പറഞ്ഞാൽ ഈ കുടയമ മാത്രം ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത് വരുമ്പോൾ അത് വെട്ടി കളയുന്ന അച്ചാച്ച എങ്ങനെയോ തയ്ക്കും അത്. അപ്പോൾ അത് വെട്ടിക്കളയുന്നത് റേഷൻ കടയിൽ പോകുമ്പോൾ റേഷൻ കടയിലത്തെ ജോസേട്ടൻ്റെ അന്ന് റേഷൻ കടയുടെ തൊട്ടുപ്പുറത്ത് തന്നെ ഈ അച്ചാച്ചൻ ഇരുന്ന് തയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അവിടെ കയറിയിട്ട് അച്ചാച്ച കുറച്ച് തുണി തരുമോ, എടുത്തോ എന്ന് പറയും. അപ്പോൾ അച്ചാച്ചൻ്റെ അവിടെ കിടക്കണ തുണിയൊക്കെ വാരി കെട്ടി കൊണ്ടുവരും. ഈ പാവക്കുട്ടിക്ക് ഉടുപ്പ് തയ്ക്കലാണ് അത് പണി. നമ്മളുടെ ഉടുപ്പ് തയ്ക്കലും കാര്യങ്ങളൊക്കെ അമ്മ കാണിച്ചു തരാം കേട്ടാ, അന്ന് എന്താ ചെയ്തിരുന്നതെന്നുള്ളത്. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ അതിൻ്റെ അവസാനം വരെ എന്തായിരിക്കും ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെന്ന് നമുക്കറിയില്ല, നോക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു വെള്ളത്തുണി വേണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ള വേണേ, വെള്ള മുഖത്തോട് കൂടിയിട്ടുള്ള ആളായിരിക്കണം പാവക്കുട്ടി. അപ്പോൾ അതിങ്ങനെ വെട്ടിയെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മളന്ന് വല്ല മുണ്ടിൻ്റെ ഇതൊക്കെ ആയിട്ടാ എടുക്കുക വെള്ളം കിട്ടാനായിട്ട്. ഇന്ന് എനിക്കൊരു നല്ല കഷ്ണം മോള് കുറേ വെട്ടുതുണി കണ്ടാ, ഇതൊക്കെ വെട്ടുതുണി കൊണ്ടുവന്നിട്ടുള്ളതാ. അപ്പോൾ അത് മോള് കൊണ്ടുവന്ന് വന്നിട്ടുള്ളത് ശരിക്കും പറയണമെന്ന് വിചാരിച്ചാൽ ഇതിനൊന്നല്ല, കത്രികയ്ക്ക് മൂർച്ചയില്ലേ തീരെ. അന്നൊക്കെ നമ്മൾ കത്രികയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ. ഈ എന്താ പറയുക ബ്ലേഡൊക്കെ വെച്ചിട്ടാ. അപ്പോൾ പാവക്കുട്ടിക്ക് ആദ്യം തന്നെ നമ്മൾ തലയാണ് ഉണ്ടാക്കേണ്ടത്. തല വേണമല്ലോ. അത്ര വലിയ തല പാടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ബ്ലൗസ് ഇടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കണ്ടേ. ഈ ലെവലിലുള്ള ബ്ലൗസൊക്കെ തയ്ക്കൂട്ടെ, ഞങ്ങൾ കാണിച്ചു തരാം ഞാൻ. ഇതിങ്ങനെയല്ലേ വന്നേന്ന് നിങ്ങൾ വിചാരിക്കും. ഇത്ര മതിയാവും തല. ഇതിനങ്ങോട്ട് നന്നായി ഒന്ന് കെട്ടുക. ഇപ്പോൾ പാടത്ത് കോലം കുത്താനായിട്ടാ ഇങ്ങനെയൊക്കെ കിട്ടുള്ളൂ. അത് ഞങ്ങൾക്കന്ന് ഞങ്ങളുടെ പാവക്കുട്ടി ആടുന്നത്. എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ ജലജ, ഗീത ടീമൊക്കെ ഉണ്ട് കുറേ ആൾക്കാർ. അവർക്കൊക്കെ അത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ, അത് നമ്മളുണ്ടാക്കിയിട്ടുള്ളതാണല്ലോ എന്ന് വിചാരിക്കും.
മുകളിൽ പിന്നെ എന്തൊരു തുണി ചീറ്റിയാലും കുഴപ്പമില്ല കേട്ടാ, തലയ്ക്ക് മാത്രം അത് വേണ്ടൂ. ഇതിപ്പോൾ ഞാൻ വെള്ളം തന്നെ ചീറ്റണത് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഇൻറ്റ്, അതുകൊണ്ടാണ്. ശരിക്കൊരു ഇതായാലേ ഒറ്റ ചിറ്റിൽ അവസാനിപ്പിക്കാം നമുക്ക്. എനിക്ക് മുന്നൊരു കാര്യം കൂടി ഉണ്ട് കേട്ടാ. പാവക്കുട്ടി കൈ വേണം. കൈ വേണ്ട, കൈ ഉണ്ടെങ്കിലാണ് ബ്ലൗസ് ഇടുമ്പോൾ നിൽക്കുള്ളൂ. മറ്റേ പാവക്കുട്ടിക്ക് കൈയില്ലാത്തതാണ് ആ പാവക്കുട്ടി. പിന്നെ ഇതുള്ള പാവക്കുട്ടിയൊക്കെ ഉണ്ട് എങ്ങനെ മറ്റേ കയ്യും കാലുള്ളതൊക്കെ ഉണ്ട്. അന്ന് അതൊന്നും കിട്ടാൻ ഒരു മാർഗ്ഗമില്ല കേട്ടാ. കുറേ മോഹിച്ചിട്ടുള്ളതാണ് ഞാനത്, കയ്യും കാലുള്ള പാവക്കുട്ടി വേണമെന്ന്. നമുക്കൊന്നും അതൊന്നും കിട്ടാൻ മാർഗ്ഗം ഉണ്ടായിരുന്നില്ല. നമ്മളപ്പോൾ ഡ്രസ്സ് ഇടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പാവക്കുട്ടീനെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കൈ മാത്രമാണ് ഇതിൻ്റെ മോശം എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുള്ളൂ. കയ്യിന് ഞങ്ങൾക്ക് വേറൊരു ഐഡിയ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങണേ. നീളാവശ്യത്തിനനുസരിച്ച് നമുക്ക് മുറിച്ച് കളയാട്ടോ, എന്നാലാണ് അത് ഇത്തിരി നീട്ടിയെന്നുള്ളൂ. സാരി ഉടുക്കണമെങ്കിലും ഈ സാധനം വേണേ. പാവക്കുട്ടീനെ സാരി ഉടുപ്പിക്കണമെങ്കിലും ഇതിങ്ങനെ വേണം. ഇതൊക്കെയല്ലേ പണി നടന്നേ. ആവശ്യം കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കളയാം. ഇതാണ് കേട്ടോ നമ്മുടെ പാവക്കുട്ടിയുടെ ബോഡി സ്ട്രെച്ചറായിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ളതിന് ചെയ്ത് കാണിച്ചു തരാം. ഇതിനൊരു ബ്ലൗസ് വേണം, പാവാട വേണം, സാരി വേണം, പിന്നെ കണ്ണെഴുതൽ, പുട്ടുകുത്തൽ, അങ്ങനെ കുറേ പരിപാടികളുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈനലാകുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിൻ്റെ ഭംഗിയുടെ കാര്യം. എനിക്കും പാവാടന്ന് തുടങ്ങാം. അപ്പോൾ ഞാൻ നല്ലൊരു പീസ് എനിക്ക് നല്ല ഭംഗിയുള്ളത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് തയ്ച്ചെടുക്കാം. തയ്ക്കുന്നൊന്നും കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട കേട്ടാ. തുന്നൽ തന്നെയാണ് അന്ന് പണി, മെഷീനൊന്നുമില്ല. ഇതേപോലെ തന്നെ ഞങ്ങൾ തുന്നി ഉണ്ടാക്കുമായിരുന്നു. ഒരു ഞെറി വെച്ച് തുന്നി അടുത്ത ഞെറി ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അതിങ്ങനെ വയ്ക്കും. വളരെ കുറച്ചല്ല, അരവണ്ണം വേണ്ടുള്ളൂ. അത് നമുക്കിപ്പോൾ ചിറ്റി ഇങ്ങനെ ഡബിൾക്കൊക്കെ ഇങ്ങനെ ചിറ്റിയൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും നമ്മൾ, ഇത്തിരി വലുതായാലും.
പെട്ടെന്ന് കഴിയൂട്ടാ. ഇപ്പം എനിക്ക് ബുദ്ധിമുട്ടായ കാരണം, അല്ലെങ്കിൽ കളിക്കേണ്ട ചുരത്തിന് പാവക്കുട്ടീനെ ഉണ്ടാക്കിയിട്ട് വേണം കളിക്കാനേ. അത് കാരണം പാവക്കുട്ടീനെ ഉണ്ടാക്കുക, പിന്നെ മുടി ഇങ്ങനെ കെട്ടുക, തോർത്തുകൊണ്ട് വലിയ കുളിച്ചിട്ട് അമ്മമാരുടെ പോലെ കെട്ടുക, പിന്നെ ഒരു സാരി ചുറ്റുക. അതാണ് അമ്മ. അപ്പം അമ്മയായി. പിന്നെ കുട്ടിയും കയ്യിലുണ്ടല്ലോ, അപ്പം അമ്മയായി. അന്നത്തെ കുട്ടികളുടെ ഒരു ഇതാണത്. ഇതൊക്കെ ആയാലാണ് അമ്മയാവുള്ളൂ എന്ന്. അന്നേ ജോലിക്ക് പോകണമെന്നൊന്നും കുട്ടികൾക്കുള്ള വിചാരങ്ങളില്ല, വീട്ടുകാർക്കും ഇല്ല. പെൺകുട്ടികളാവുമ്പോൾ കല്യാണം കഴിച്ചു കൊടുക്കുക, അമ്മയാവുക. ഇതന്നെ കണ്ട പാവാട കണ്ട ഇത്. ഇനി ഇതിൽ വയ്ക്കും. ഓ നിഴലടിക്കില്ല കേട്ടോ പാവാടയ്ക്ക് ഇത്തിരി. പാവാട ഏറ്റാ, പക്ഷെ തുണ്ട് നിഴലടി ഉണ്ട്. അടിയിൽ വെള്ളയാണല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇനി ബ്ലൗസ് ഉണ്ടാക്കാം കേട്ടോ. ബ്ലൗസ് വേറെ കളറാക്കാം നമുക്ക്. നല്ല പറ്റിയ നല്ല തുണി നോക്കട്ടെ. കുറേ തുണി ഉണ്ടല്ലോ. ഈ കളർ വേണമെങ്കിൽ ആക്കിയാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. ഇങ്ങനെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവില്ലേ. അപ്പോൾ ഈ കളർ തന്നെ ആക്കാം. ഒരു കളർ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇതിൻ്റെ അടിയിൽ ഇതിങ്ങനെ വെക്കേണ്ടതായിരുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഐഡിയകൾ പെട്ടെന്ന് വരും നമുക്ക്. അന്നും അങ്ങനെ തന്നെയാണേ ഐഡിയ. ഇത് ലൈനിങ്ങിന് വേണ്ടി സിജുമോൻ വെച്ചതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നമുക്ക് ഒരു കഷ്ണം കൂടെ പിടിപ്പിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട്? അപ്പോൾ ആ നല്ല ഭംഗിയിൽ നിൽക്കുവേ. ഒരുപാട് വെറൈറ്റി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. അതേപോലത്തെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാവും കാണുന്നു. സൂചി എവിടെയാന്ന് കണ്ണ് കാണാത്ത പ്രായമായിട്ട് അപ്പോഴാണ് ഈ പണിയൊക്കെ ചെയ്യുന്നത്. ഇപ്പം എങ്ങനെ ലൈനിങ് ശരിയായില്ലേ? കണ്ട ഇപ്പം ലൈനിങ് അടിപൊളിയായി. ഇപ്പോൾ കാണുന്നില്ല, പക്ഷെ ഇത്തിരി താഴത്തേക്ക് നിൽക്കുന്നുണ്ട്. കുറേ ലേശം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മുറിച്ച് കളയാട്ടെ അവിടെ നിന്ന്. അങ്ങനെ ഇപ്പോൾ ലൈനിങ് വെച്ച് ഞാൻ പാവാടയും തയ്ച്ചു. കണ്ട ഇവിടെ ഒന്ന് തുന്നണം, അല്ലെങ്കിൽ ഇത് പുറത്തേക്ക് വരിക. ഇപ്പോൾ ഇതായില്ലേ. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലത്തെ അടുത്തത് ബ്ലൗസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ എത്ര സമയം വേണം? ഇവിടെ അത്ര സമയമൊന്നും വേണ്ട കേട്ടോ. വളരെ കുറച്ച് സമയം നമുക്ക് ആവശ്യമുള്ളൂ.
ഇറക്കൊക്കെ നോക്കി ഇങ്ങോട്ട് എടുക്കാം. ഇത്തിരി ഇറക്കാതിരുന്നോട്ടെ അല്ലേ, ഇത്തിരി ഫാഷൻ ആയിക്കോട്ടെ. തയ്ച്ചു വരുമ്പോൾ എങ്ങനെയാണോ അതേപോലെ ഇരിക്കും കേട്ടോ കാര്യം. അത് ഇറക്കായാലേ സാരി ഉടുക്കുമ്പോൾ അതൊരു ഇതാവില്ലേ, സാരി ഉടുപ്പിക്കുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഇത് നോക്കിയിട്ട് ഇതാണ് ഇഷ്ടം എന്ന് വിചാരിച്ചാൽ അതന്നെ ഉടുപ്പിക്കുള്ളൂ. കത്രിക കൊണ്ട് മുറിക്കുന്നതിന് നല്ലതേ ഇങ്ങനെയാ. കത്രിക എന്താണാവോ ഈ തുണി മുറിയില്ല. മീൻ വെട്ടണ കത്രിക കേട്ടത്. സിജുമോനൊക്കെ ഇനിയിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വിചാരിക്കും അയ്യോ ഇത്ര എളുപ്പമുണ്ടായിരുന്നു അമ്മ കാണിച്ചെന്ന കാരണം കേട്ടാ. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഷർട്ട് ബ്ലൗസൊക്കെ തയ്ക്കണമെന്ന് വിചാരിക്കും. ഇത്ര എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും എന്നുള്ളത് അവർക്കറിയില്ലായിരുന്നു. വേറെ അതെന്തായാലും പറയാണ്ടിരിക്കില്ല. എന്ത് കത്രിക അത്? വെട്ടിയ മുറിയാത്ത കത്രിക. ഇതിരുന്നോട്ടെ, കഴിഞ്ഞിട്ട് വേണമെങ്കിൽ. ഇനി അടുത്തത് നമ്മുടെ കഴുത്ത് വെട്ടാ. കഴുത്ത് വെട്ട്. കഴുത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിലേ ഇതിങ്ങനെ പിടിക്കും. ഇങ്ങനെ പിടിക്കും. പിടിച്ച് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ ഒരു തുണ്ട് ഇങ്ങനെ വെട്ടും. അവിടെ ഹോളാവില്ലേ? അപ്പോൾ ഹോളായി. തലയിൽ കൂടെ കടക്കുമെന്ന് നോക്കട്ടെ കേട്ടാ. ഒരു കണക്കിന് കടത്താൻ നമുക്ക്. അപ്പം അത്ര മതി. അത് ഭയങ്കര ഭംഗിയിലാട്ടാ കഴുത്തൊക്കെ വന്ന് നോക്കണ്. ഇനി ഇതങ്ങോട്ട് 2 വശം അങ്ങോട്ട് തുന്നും. രണ്ട് സൈഡിൽ ഈ സൈഡും തുന്നാട്ടാ. സൂചി അവിടെ പോയി. ഇങ്ങനെ 2 സൈഡും തുന്നാം. ഇതിങ്ങനെ ആയിട്ട് വന്നത് കണ്ട. എവിടെ ഇല്ല ഉണ്ണിയേ? അപ്പോൾ ഇങ്ങനെയായിട്ട് വന്നു. ഇങ്ങനെയായിട്ട് വന്നപ്പോൾ ഇതിങ്ങനെ ഇവിടെ ഈ കക്ഷത്തിന് ഇവിടെ കയ്യിൻ്റെ ഇവിടെ എത്തുമ്പോൾ ഒരു ചെറിയ ഹോളാക്കണം കേട്ടോ. നമ്മുടെ ഇറുക്കിലിൻ്റെ ഉള്ളിൽ കൂടെ കിടക്കണ്ടേ. അപ്പം ഇതിനി മറയ്ക്കാം നമുക്ക്. ഇതിങ്ങനെ മറയ്ക്കും നമ്മൾ. അപ്പോൾ ഇങ്ങനെ മറച്ച് ഇങ്ങനെ ആക്കി ഇതുപോലെ ഏറ്റ് വരും. കയ്യിൻ്റെ ഇവിടെ നമ്മളൊരു ചെറിയ ഹോളാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക, തലയിൽ കൂടെ. അതിനാണ് കൈ അങ്ങോട്ട് നീക്കാൻ വേണമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നീക്കാൻ പറ്റണമെന്ന്. എന്നാലാണ് അത് അങ്ങോട്ട് നീക്കി ഉണ്ണിവാവരെ കൈ അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കടത്താൻ പറ്റുള്ളൂ. ഈ വസ്തു നീങ്ങിയല്ലോ. ഇനി സാരി എടുക്കട്ടെ കേട്ടാ. അപ്പോഴേ അടുത്തത് പറയുന്നത് ഇതുപോലൊരു തുണി എടുക്കുക.
അപ്പോൾ സാരിയുടെ അത് പറ്റുമെന്ന് നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ തുണി എടുത്ത് നോക്കണത്. തുണി എടുക്കാം കേട്ടോ. അതുമ്മേ കുറച്ച് ഞെറി വെക്കണ്ടേ നമുക്ക് സാരിക്ക്. അപ്പോൾ അതിന് കുഞ്ഞ പ്ലേറ്റ് എടുത്താൽ മതി. ആൾ കുഞ്ഞിതാണല്ലോ. അങ്ങനെ അങ്ങോട്ട് എടുക്കുക. ഇതൊന്നത് ഇവിടെ തുന്നി കൊടുക്കാം, അല്ലെങ്കിൽ നിൽക്കില്ല. എന്നിട്ട് ഇതിനിങ്ങോട്ട് എടുക്കുക. കയ്യിൻ്റെ വശം ഒരു വശത്തേക്ക് ഇത്തിരി നീക്കാട്ടോ അധികം. എന്നിട്ട് ഇതിങ്ങനെ അവിടെ വയ്ക്കുക. എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുക്കുക. ശരിക്കും സാധാരണ നമ്മൾ ഡൗൺ എടുക്കണ പോലെ തന്നെ കേട്ടോ. കാണില്ല എന്നൊക്കെ പറയൂ ഇനി നിങ്ങൾ. നൂലൊക്കെ വേറെ വേറെ കളറൊക്കെ ആട്ടോ. അതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാറൊന്നുമില്ല. ഒന്നുമില്ല. അപ്പോൾ അതെ ഇങ്ങനെയായിട്ടോ പാവക്കുട്ടി കടാ. ഇത് മുഖത്തുള്ള ഇത്തിരി പടികൾ നടത്താം കേട്ടാ. ഈ വീഡിയോ ഞാൻ എന്നെ കാണില്ല, എനിക്ക് എന്നെ കാണുമെന്നാണോ? ഇനി അന്ന് എന്നൊക്കെ പറയുന്നത് നമ്മൾ എന്താ പറയുക, കൺമഷിയൊക്കെ നമ്മുടെ തീപ്പെട്ടിക്കൊള്ളിയുമാക്കിയിട്ടാട്ടോ നമ്മൾ കാണിക്കുക. ഇന്നതല്ല, സിസ്റ്റം മാറിയില്ലേ. അയ്യോ ശേ, എൻ്റെ ഇതിൻ്റെ ഇതൊടിഞ്ഞു പോയി. ശേ, ഇനിയിപ്പോൾ പറ്റുമോ ഇതുണ്ടല്ലോ എന്ന് ചോദിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾക്ക് കണ്ണെഴുതി കൊടുക്കാം. പുരികനാട്ടാ. കണ്ട, ഇതാണ് ഞങ്ങൾ കളിച്ചിരുന്ന പാവക്കുട്ടി. പിന്നെ തലയിൽ വേണമെങ്കിൽ കറുപ്പ നമുക്കിങ്ങനെ ആക്കി മുടി പോലെ കെട്ടി കൊടുക്കാം കേട്ടോ. മുഖത്ത് നോക്കിയാൽ താഴത്ത് നോക്കില്ല പാവക്കുട്ടീരെ. കല കഴിഞ്ഞൊരു കറുപ്പുകൊണ്ട് നമുക്ക് മുടീനെ ഒന്ന് ശരിയാക്കി കൊടുക്കാം. അല്ലെങ്കിൽ അയ്യോ മുടിയില്ലാത്തതാന്ന് വിചാരിക്കില്ലേ.
മുടി ദേ ഇങ്ങനെ ഒരു കറുത്തത് എടുക്കാം. സൂചിക്ക് കാണാനാണ് പാട്. അതിനെ ഇങ്ങനെയോട് വെക്കുക. കറുത്ത നൂല് തന്നെയാണെങ്കിൽ നല്ലതാ. കറുത്തതില്ല കേട്ടാ. കറുത്ത നൂലുണ്ടോ നോക്കട്ടെ, അല്ലെങ്കിൽ അത് ബോറാവും. അപ്പതേ മുടിയായി കണ്ട, മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഈ പാവക്കുട്ടിയുടെ ഫൈനലായിട്ട് കേട്ടാ. ഇനി ഇതിലൊന്നുമില്ല. ഇനി ഒരു പായയും കിടക്കിയൊക്കെ ഉണ്ടാക്കണം. ഞാൻ കെടുത്താൽ നല്ല സ്ഥലമൊക്കെ വേണേ, നല്ല ഇതിലൊക്കെ ഞങ്ങൾ കെടുത്തുള്ളൂ. വിരിച്ച് കെടുത്താട്ടോ നമുക്ക്. അങ്ങനെ പാവക്കുട്ടീനെ ഞാനിവിടെ കെടുത്തി. ഇനി നമുക്ക് ചോറും കൂട്ടാനും വെച്ചാലോ. ചോറും കൂട്ടാനും വേറെ റെഡിയാ കേട്ടോ. വാവ കിടന്നുറങ്ങട്ടെ കേട്ടാ. അപ്പം ഇനി നമുക്ക് കുടുംബമായിട്ട് കളിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് പാത്രങ്ങളല്ലേ. പിന്നെ പാത്രങ്ങളാട്ടാ. അപ്പോൾ പ്ലാവില പൊട്ടിക്കും. പല തരത്തിലുള്ള പാത്രങ്ങൾ ഉണ്ടാക്കും ഞങ്ങൾ. ഇത് സിമ്പിളായിട്ട് നമ്മുടെ സാധാരണ കലം ചോറൊക്കെ വയ്ക്കാൻ ഞങ്ങൾ ഇല്ല കേട്ടാ. ഇത് കലം, ഇത് സിമ്പിളാ. ഇത് ഇങ്ങനെ ഇടയിന്ന് ഇങ്ങനെ കുത്തി വരുന്നത്, ഇടയിലൊക്കെ ഇതിട്ട് കുത്തും നമ്മൾ. ഒന്നുകൂടി അടുത്തേക്ക് വെച്ച് കാണിച്ചു തരാം കേട്ടോ ഞാൻ, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇതാണ് നമ്മുടെ കൽച്ചട്ടി. കൽച്ചട്ടിക്കൊക്കെ അന്ന് ഭയങ്കര പ്രാധാന്യമുള്ള കാലഘട്ടങ്ങളായിരുന്നു. കൽച്ചട്ടിയിൽ സാമ്പാർ വയ്ക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ അമ്മമാർ പറയുന്നത് കേൾക്കുമ്പോൾ അതാണ് നമ്മുടെയും ഇത്. ഇതേ കണ്ട ഇങ്ങനെ ഇരിക്കും, സൈഡൊക്കെ ഇങ്ങനെ കുത്തിയിട്ട്. പിന്നെ ചോറിനാ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനം തൊട്ടാ കിണ്ണാണ് നമ്മുടെ അത്യാവശ്യ സാധനം. ഇത് കിണ്ണം. കിണ്ണം ഏറ്റവും വലിയ ഇല കൊണ്ടാണ് നമ്മൾ ചെയ്യുക. ഇതാണ് നമ്മുടെ കിണ്ണം. പിന്നെ നമ്മുടെ ചീനച്ചട്ടിയാണെന്ന് വിചാരിച്ചാൽ ഇതിങ്ങനെ പൊളിക്കും. ചീനച്ചട്ടിക്ക് 2 കാതുണ്ടല്ലോ, അതാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടാ.
ഇതാണ് ചീനച്ചട്ടി, 2 കാതൊക്കെ ആയിട്ട്. പിന്നെ 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 ഉണ്ടല്ലോ, മറന്നു കുറേ കേട്ടാ ഞാൻ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞു കയ്യിലുകൾ ഉണ്ടാക്കാനുള്ളത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. അപ്പം നമുക്ക് വളരെ കുഞ്ഞിത വേണ്ടു. അപ്പോൾ പഴുത്ത പ്ലാവില്ലേ അത്. ഇനി ചോറും കറിയൊക്കെ വെക്കാട്ടോ നമുക്ക്. ഇത് ചോറ് വിളമ്പി സദ്യ കാണിക്കണ്ടേ നിങ്ങളെ. അപ്പോഴേ അടുപ്പ് കത്തിച്ചു, അടുപ്പുണ്ട് കേട്ടാ. കത്തിക്കണമെങ്കിൽ വിറകൊക്കെ വെക്കണം. അപ്പം അങ്ങനെ അടുപ്പ് നമുക്ക് കത്തിക്കാം. അരി അടുപ്പത്ത് വയ്ക്കാം കേട്ടോ. അരി അവിടെ ഇരുന്ന് വേകുമ്പോഴേക്കും കുറച്ച് പുട്ടിന് പൊടി നനച്ചിട്ടുണ്ട് ഞാനേ. അപ്പോൾ അതുണ്ടാക്കട്ടെ. മണ്ണപ്പം ചുട്ടു കളിക്കാം കാണാത്ത കഥകളിലെ രാജാവും റാണിയുമാകാം ഓണവില്ലു കൈകളിലേന്തി ഊഞ്ഞാലാടാം. വെണ്ണില ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണേ കുഞ്ഞിളം കയ്യിൽ മെല്ലെ കോരിയെടുക്കാൻ വാ. അങ്ങനെയൊന്നുമല്ല കേട്ടോ പാട്ട്, എന്നാൽ എനിക്കത് ആ വരികൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് പുട്ട് വെന്തുട്ടാ. ഇനി ശരിയാവോ നോക്കട്ടെ. ഇതിങ്ങനെ ഇത് കാണിച്ചിട്ട് തട്ടുക. എന്തൊക്കെ മന്ത്രം ചെല്ലുമെന്ന് തട്ടി ശരിയാവാൻ. ശരിയായിട്ടാ. ആദ്യത്തെ പുട്ട് ശരിയായി. കാലം കുറേ മണ്ണപ്പൊക്കെ ഉണ്ടാക്കി കളിച്ചിട്ട്. ഇനി 2 പുട്ട് വേണ്ടേ. തീ കത്തിയില്ല, ഊതൊക്കെ ചെയ്യും. തീ കുഞ്ഞേ പ്രായമല്ലേ. പിന്നീട് വലുതായപ്പോൾ തീ കത്തിച്ചിട്ടുള്ള പായസം വെപ്പും ചോറ് വെപ്പൊക്കെ വന്നിട്ടുള്ള ഒരു കാലുണ്ട് കേട്ടാ. അതും ഞാൻ കാണിച്ചു തരാം ഒരു ദിവസം. അപ്പോഴേ കടയിൽ പോകേണ്ട നേരം നോക്കിയപ്പോഴാ സഞ്ചിയില്ല, ബാഗ് വേണ്ടേ. ഷോപ്പിങ്ങിനൊക്കെയല്ലേ പോണ്. അപ്പോൾ ബാഗൊക്കെ വേണം. ഭയങ്കര ഷോപ്പിങ്ങാണ് ഞങ്ങൾക്ക്. പാടത്തേക്കൊക്കെയാണ് ഷോപ്പിങ്ങിന് പോവുക ഞങ്ങൾ. ഇന്നത്തെ ഒരുപാട് മാളുകളൊന്നും വന്നില്ലേ. അപ്പോൾ നമ്മൾക്ക് ഉള്ളത് പാടൊക്കെയാണ്. അതായത് സാധാ അമ്മമാരും അങ്ങനത്തെ ആയിരിക്കും അധികം പോണ് കണ്ടിട്ടില്ല. ഒരു ഓട്ട ഇവിടെ അങ്ങനെ. പിന്നെ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ 2 കള്ളിയായിട്ടുള്ള ബാഗ്. അത് കണ്ട 2 കള്ളിയുണ്ട്. അപ്പോൾ പിടിയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരട്ടെ, കറി വയ്ക്കാനുള്ളതൊക്കെ. അപ്പോഴേക്കും ചോറ് വേവുള്ളൂ. അരി അടുപ്പത്തിട്ടിട്ടാണ് പോണതേ. പോയിട്ട് വരാം കേട്ടാ. വേപ്പില വടിച്ചിട്ടുണ്ട്. പപ്പടം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, പപ്പടം. പിന്നെ കുറച്ച് ഇരുമ്പാമ്പുളി വാങ്ങിച്ചിട്ടുണ്ട്. ഇരുമ്പാമ്പുളി കറി വയ്ക്കാനേ. പിന്നെ മുളക് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ലൂബിക്കാണ് നമുക്ക് അച്ചാറിടാൻ കിട്ടി വെക്കുന്നത്. ലൂബിക്ക് അച്ചാറിടാം. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലുമൊക്കെ പണ്ട് മരത്തിൻ്റെ കടകളിലൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ കറികൾ. പിന്നെ നമ്മൾ കുറച്ച് മത്തങ്ങ, ചെറിയ മത്തങ്ങയില്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അതും നമുക്കൊരു കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്കാട്ടോ നമുക്ക്.
മുളക് കണ്ടില്ലേ നിങ്ങൾ? അയ്യോ, പരിചയപ്പെടുത്താൻ മറന്നു മുളകിനെ. ഇതാണ് നമ്മുടെ മുളക്. ഇതേ ഇത് റോസ്ലാൻഡിയിൽ അവിടെ നിന്ന് പൊട്ടിച്ചതാട്ടാ. റോസ്ലാൻഡി പൊട്ടിച്ചോടുന്ന എന്താ എനിക്ക്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇപ്പോൾ ഒരു കറി ഇനി ഇത് അടുപ്പത്ത് വെച്ച് ശരിയാക്കാം. അടുത്ത കറി എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പാമ്പുളിയാണ്. പിന്നെ മിളക് പൊടിയൊക്കെ വേണമെങ്കിൽ വേറെ ഉണ്ട് കേട്ടോ നമുക്ക്. പൊടിയൊക്കെ ആണെങ്കിൽ ഇന്ന് ഈ വീഡിയോ കഴിയില്ല. അതായത് ചിമ്മിണിക്കട്ട പൊടിച്ച് പൊടിയാക്കും നമ്മൾ. ഞാൻ വേണമെങ്കിൽ എടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്കത്. വേപ്പില ഇടണ്ടായാലും വേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ രണ്ടാമത്തെ കറി ശരിയായിട്ടാ. ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ പല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമ്മുടെ മത്തങ്ങ ഇതിൽ വയ്ക്കാം. മത്തങ്ങ നിങ്ങൾ കണ്ട ഇതെന്താണെന്നറിയോ? പ്രഷർ ചീരിയില്ലേ, അതിൻ്റെ വിത്തുകളാണ്. വിത്തല്ല, ഇന്മേലുള്ള കായകളാണിത്. ഞാൻ കടയിലേക്ക് പോയപ്പോൾ അത് കണ്ടു. ഞാനപ്പോൾ അത് എടുത്തു. അത് മുറിച്ച് നമുക്ക് കുരുണ്ട് കേട്ടാ നിറച്ച് ഇതൊക്കെ കളഞ്ഞ് വിത്താവാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മിളക് പറഞ്ഞ പോലെ തന്നെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് മിളകും പൊടി ഇടാം. ഇത്തിരി ചാറോടെ ആയിക്കോട്ടെ അത്. കാരണം നമുക്ക് ചാറില്ലല്ലോ. ഇത്തിരി ചാറ് വേണ്ടേ. ആയി നല്ല നല്ല അടിപൊളി കറി അതിൻ്റെ കേട്ടാ. വേപ്പിൻ്റെ ഇല ഇട്ടു. അപ്പം എല്ലാ കറികളും ശരിയായിട്ടാ. ഇനി ചോറ് ദേ വെന്തുണ്ട്. നീ വിളമ്പാ വേണ്ടു. ഇനി വിളമ്പട്ടെ. ചോറ് രൂപിക്ക. ഇത് ഇരുമ്പാമ്പുളി. ഇന്ന് ഇത്ര കൂട്ടാനായിട്ട് എനിക്ക് വെക്കാൻ പറ്റുള്ളൂ. കുറേ കൂട്ടാൻ പറ്റിയില്ല. പിന്നെ ചാറ് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാനായിട്ടേ ചാറ് കറി ചോറിൽ ഒഴിച്ചു കൊടുക്കാൻ ചാറ് വേണ്ട അത്. പിന്നെ നമ്മുടെ പപ്പടം. പായസമൊക്കെ വെക്കുന്ന വിചാരിച്ചത് ആ സമയം കിട്ടിയില്ലേ. ഇപ്പം അതൊക്കെ ആയിട്ടുണ്ട് കേട്ടാ. പിന്നെ പുട്ടും കഴിച്ചോട്ടെ. ഇന്ന് സദ്യയൊക്കെ ഒരുക്കി അച്ഛന് പോരും കേട്ടാ. അപ്പം അച്ഛന് കൊടുക്കാം. അച്ഛനെ കാണാനില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം. ഇത് കാണുമ്പോൾ ആരും ഒന്നും പറയണ്ട കേട്ടാ. ഞാൻ എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങോട്ട് ചെയ്തതാ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്താ ഇതിൻ്റെ കമൻറ്റ് എന്തായാലും ഞാൻ നല്ലോണം എത്ര നേരം ഇല്ലെങ്കിലും ഞാൻ നോക്കൂട്ടാ. എല്ലാ കമൻറ്റ് ബോക്സിലത്തെ കമൻറ്റുകളും ഞാൻ നോക്കുന്നുണ്ട്. നേരമില്ലാത്തതിൻ്റെ കാരണം കേട്ടാ. പിന്നെ ലൂബിക്ക ചോദിച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ. ഈ വീഡിയോ ഒക്കെ വരുമ്പോഴേക്കും ലൂബിക്ക കഴിഞ്ഞിട്ടുണ്ടാവും. നിറയെ കെടുക്കാം ഇവിടെ ഇത് മുറ്റത്ത്. അവിടെ ഞാൻ അടിച്ച് കളയ ചെയ്യുന്നു. പക്ഷേ എവിടെ ആളും തരുമെന്ന് അറിയാണ്ട് എവിടെ കൊണ്ടുവന്ന് തരാനാ. അത് കാരണം കേട്ടാ. നമുക്ക് ആവശ്യമില്ലാത്ത സാധനം അത്. പക്ഷെ അതിന് മറുപടി പറയാൻ ഞാൻ പറഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കാനോ അല്ലെങ്കിൽ എവിടെയുള്ളവരെന്താണെന്നൊന്നും അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിന് ശ്രമിക്കാതിരുന്നത്. അല്ലാണ്ട് എനിക്ക് കൊണ്ടുപോകണോണ്ട് ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് ആവശ്യമില്ലാത്തതല്ലേ. നമുക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്കും ആവശ്യമില്ലാന്നേ. എല്ലായിടത്തും ഉണ്ട് ഇത്. അതുകൊണ്ടാന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരോട് ഞാൻ പറഞ്ഞു പറക്ക് അല്ലെങ്കിൽ പൊട്ടിച്ച് കൊണ്ടുപോകുന്നൊക്കെ. ആർക്കും ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ വിശേഷം. അടുത്തൊരു വീഡിയോയിൽ അമ്മ വേറൊരു വിശേഷവുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ.